ഈ കോഴിയെയും ഈ കുഞ്ഞിനെയും കൊന്ന് കശാപ്പ് ചെയ്ത് ഭക്ഷിച്ചു. ഇപ്പൊ അവിടെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്താ കാണുന്നത്? ഈ പക്ഷിയുടെയും കുറെ പൂടെ അവിടെ കിടപ്പുണ്ട്. കൊന്നു തിന്നു. എന്റെ ചോദ്യം ഇതാണ്, ഇതാരായിരുന്നു ശരിക്കും പക്ഷി? കഴുകനായിരുന്നു. ശരിയല്ലേ? കഴുകനായിരുന്നു. പക്ഷെ ഈ കഴുകന്റെ ദാരുണമായ അന്ത്യത്തിന് കാരണം ആരാണ്? വേഗം പറഞ്ഞു. കോഴിക്കുഞ്ഞ്, ആട്ടിടയൻ, മിടുക്കി. വേഗം പറഞ്ഞു. ആരൊക്കെ എന്റെ ഉത്തരവാദികള്? കോഴിയമ്മ. അത് തന്നെ, കോഴിയമ്മ ഉത്തരവാദിയാണ്. പിന്നെ ആട്ടിടയൻ, ദുഷ്ടനായിട്ടുള്ള ആട്ടിടയൻ. ഓക്കെ. പിന്നെ ആരൊക്കെ ഉത്തരവാദികള്? നീ പറയടാ, ആരൊക്കെ ഉത്തരവാദികള്? സഹോദരങ്ങള്, പക്ക കോഴി സഹോദരങ്ങള്. അതെ. പിന്നെ വേറെ ആരൊക്കെ ഉത്തരവാദികള്? നിങ്ങൾക്ക് ഇപ്പൊ എത്ര വയസ്സായി? നിങ്ങളുടെ പ്രായം ഇപ്പൊ എത്രയായി? 13 വയസ്സ്. ഓക്കെ, ശരി. ഞാൻ ഈ കഥ തുടരാൻ പോവാ. കഥ തുടരുന്നത് ഇങ്ങനെയാണ്. ഈ കോഴിക്കുഞ്ഞ് നടക്കാൻ പോയില്ലായിരുന്നോ? എവിടെ പോയായിരുന്നു? പാകപ്പുറത്തേക്ക് നടക്കാൻ പോയായിരുന്നു. പാകപ്പുറത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞ് എന്ത് ചെയ്തു? മുകളിലേക്ക് നോക്കി കഴിഞ്ഞപ്പോൾ ഒരു വലിയ പക്ഷി ഇങ്ങനെ പറക്കുന്നു. അപ്പം പറക്കാൻ പറ്റുമെന്ന് ആരോട് ചോദിച്ചു? സഹോദരങ്ങളോട് ചോദിച്ചു. അവരെന്ത് വിളിച്ചു? മണ്ടായി എന്ന് വിളിച്ചു. ഓക്കെ. ഈ കുഞ്ഞ് ഓടി എവിടെ ചെന്നു? അമ്മയുടെ അടുത്ത് ചെന്നു. അമ്മ എന്ത് വിളിച്ചു? പൊട്ടായി എന്ന് വിളിച്ചു. അതിനുശേഷം ഈ കുഞ്ഞ് സ്വസ്ഥമായിട്ട് ഒരു കുറച്ച് സമയം ഇരുന്ന് ചിന്തിച്ചു. അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ഈ കോഴിക്കുഞ്ഞ് വെറുതെ തന്റെ ചിറകൊന്ന് വിരിച്ചു നോക്കി. പെട്ടെന്നാണ് ഈ കുഞ്ഞിനൊരു കാര്യം മനസ്സിലാവുന്നത്. തന്റെ ചിറകുകളുടെ വലിപ്പം ആരുടെ ചിറകുകളേക്കാൾ വലുതാണ്? കോഴിക്കുഞ്ഞുങ്ങളുടെ ചിറകുകളേക്കാൾ വലുതാണെന്ന് ഈ കുഞ്ഞ് തിരിച്ചറിയുന്നു. അതാണ് ആദ്യത്തെ തിരിച്ചറിവ് എന്ന് പറയുന്നത്. ക്ലിയർ? തന്റെ ചിറകുകളുടെ വലുപ്പം മറ്റുള്ള കോഴിക്കുഞ്ഞുങ്ങളുടെ ചിറകുകളേക്കാൾ വലുതാണെന്നുള്ള സത്യം. ഈ ചിറകുകൾ വിശാലമായിട്ട് ചലിപ്പിക്കുമ്പോൾ തന്റെ ശരീരം സാവധാനം പൊങ്ങുന്നു എന്നുള്ള സത്യം ഈ കുഞ്ഞ് പെട്ടെന്ന് തിരിച്ചറിയുക. എന്നിട്ട് ഒറ്റ ഓട്ടമാണ് എങ്ങോട്ട്? ആ പാകപ്പുറത്തേക്ക് ഓടിക്കഴിഞ്ഞപ്പോൾ, ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ എന്ത് കാണുന്നു? ആ വലിയ പക്ഷി ഇങ്ങനെ വീണ്ടും വട്ടമിട്ട് പറക്കുന്നത് കണ്ടു. അപ്പോൾ ഈ കുഞ്ഞിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടായി, എനിക്കും എവിടെ എത്തണമെന്ന്. ആ വലിയ പക്ഷിയുടെ അടുത്ത് എത്തണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായി. വീണ്ടും ചിറകിട്ടൊന്ന് പിടപ്പിച്ചു കഴിഞ്ഞപ്പോൾ, ചിറക് പെട്ടെന്നൊന്ന് ചലിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഒരു അത്ഭുതം തന്നെ സംഭവിച്ചു. എന്ത് സംഭവിച്ചു? തന്റെ ശരീരം സാവധാനം ഈ ചിറകിന്റെ സഹായത്തോടു കൂടി മുകളിലേക്ക് ഉയരുന്നതായിട്ട് ആർക്ക് മനസ്സിലായി? ഈ കുഞ്ഞിന് മനസ്സിലായി. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞ് പറന്ന് എവിടെ എത്തി? സ്വന്തം അമ്മയുടെ അടുത്തെത്തി ആഘോഷമാക്കി. എന്റെ ചോദ്യം ഇതാണ്, ആദ്യത്തെ കഥയിലെ ഉത്തരവാദി ആരാ? ആട്ടിടയൻ. ആ കഴുകൻ തന്നെ, ആ കുഞ്ഞ് തന്നെ. അത് തന്നെ ഉത്തരവാദി. നമ്മൾ ചുറ്റുമുള്ള എല്ലാ ആൾക്കാരെയും പഴി പറയും. ഞാനൊരു സംഭവം പറയട്ടെ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ ഒരു തിരിച്ചറിവ് എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ അതുകൊണ്ടാണ് നിങ്ങളുടെ പ്രായം എത്രയാണെന്ന് ചോദിച്ചത്. നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട്? 13 വയസ്സുണ്ട്, 12 വയസ്സുണ്ട്. 12 വയസ്സ് താഴെയുള്ള ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ഓക്കെ. എത്ര വയസ്സുണ്ടോ? 10 വയസ്സ്. 10 വയസ്സുള്ള മോന്റെ പേരെന്താണ്? ഷോണിന് അത്യാവശ്യം കാര്യങ്ങൾ അറിയാൻ മേലെ, തെറ്റായ കാര്യങ്ങൾ ചെയ്യരുത്, അല്ലെ? അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടായതിനു ശേഷം നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളുടെയൊക്കെ ഉത്തരവാദി ആരാ? നമ്മൾ തന്നെ. സത്യസന്ധമായിട്ട് ഞാൻ പറയാം. പഠിക്കേണ്ട സമയത്ത് പഠിക്കണം, കഴിക്കേണ്ട സമയത്ത് കഴിക്കണം, ഓടിച്ചാടി നടക്കേണ്ട സമയത്ത് ഓടിച്ചാടി നടക്കണം. എവനെങ്കിലും കഞ്ചാവ് അടിച്ച് അതിലൂടെ കിറങ്ങി നടപ്പുണ്ടെങ്കിൽ അവന്റെ അടുത്തുനിന്ന് ഓടി മാറിപ്പോണം, അല്ലെ? ശരിയല്ലേ? ഏതെങ്കിലും ഒരുത്തൻ നീ ഇല്ലാത്ത ജീവിതം എനിക്ക് തേങ്ങയില്ലാത്ത ചിരട്ട പോലെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പോയി പണി നോക്കടാ എന്ന് നേരിട്ട് പറഞ്ഞില്ലെങ്കിലും മനസ്സിൽ പറഞ്ഞിട്ട് അവിടുന്ന് വിട്ടുപോവുക. ശരിയല്ലേ? എടാ, നീ എന്റെ കൂടെ പോരടാ, നിനക്ക് ഞാൻ വേറെ ലോകം കാണിച്ചു തരാം എന്ന് ഏതെങ്കിലും ഒരുത്തനെ വിളിച്ചിട്ട് പറയുവാണെങ്കിൽ നീ തന്നെ പോയി ലോകം കണ്ടാൽ മതി എന്ന് പറയുക. ശരി, ഓർക്കണേ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണമെങ്കിൽ ഒരു 12 വയസ്സിന് ശേഷം അല്ലെങ്കിൽ 10 വയസ്സിന് ശേഷം നമുക്കൊരു ബോധം ഉണ്ടാവും, അല്ലെ? ആ ബോധമുള്ള സമയത്തിന് ശേഷം ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ആര് തന്നെ ഉത്തരവാദി? നമ്മൾ തന്നെ ഉത്തരവാദി.